ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് മാർക്കറ്റ് അനാലിസിസിൽ ആദ്യം നമുക്കൊരു സർപ്രൈസ് എന്ന രീതിയിൽ നമ്മുടെ വസീറസ് ടോക്കണിൽ നിന്ന് തന്നെ തുടങ്ങാം. വസീറസ് ടോക്കൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.10 നിങ്ങൾക്ക് വന്നിട്ട് ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി 0.35 ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 0.27 ആണ് നിൽക്കുന്നത്. 0.35 USD വരെ നമ്മുടെ വസീറസ് ടോക്കൺ ഏകദേശം 200% മുകളിൽ പലർക്കും പ്രോഫിറ്റ് എന്ന രീതിയിൽ തന്നെ നമ്മുടെ മാർക്കറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, 0.10 ഞാൻ നേരത്തെ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വസീറസ് ടോക്കൺ ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. പക്ഷേ വസീറസ് ടോക്കൺ നിങ്ങൾക്കറിയാം വസീറസ് എക്സ്ചേഞ്ചിൻ്റെയാണ്. അവർക്കൊരു പ്രശ്നമുണ്ടായി, ഹാക്കുമായി ബന്ധപ്പെട്ട് പല പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈം എന്ന് പറയുന്ന വസീറസ് എക്സ്ചേഞ്ചിൻ്റെ ഈ ഒരു ടോക്കൺ എന്ന് പറയുന്ന നല്ല രീതിയിൽ ഡൗണിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. കാരണം ഈ വസീറസ് ടോക്കൺ എന്ന് പറഞ്ഞാൽ കൂടുതലും ഹോൾഡ് ചെയ്യുന്നത് ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ്. ഉറപ്പായിട്ടും അവർ അതനുസരിച്ച് പമ്പ് ചെയ്ത് വിടുന്നതായിരിക്കും. ഇനി നാളെ വസീറസ് എക്സ്ചേഞ്ച് മൊത്തത്തിൽ കൊളാപ്സ് ആയി പോയാൽ പോലും നമ്മുടെ ബൈനാൻസ് എന്ന് പറയുന്നത് കൂടുതൽ പമ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അവർ കറക്റ്റായിട്ട് അവരുടെ കയ്യിലുള്ള പ്രോജക്റ്റിൻ്റെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് എന്ന രീതിയിൽ ബൈനാൻസ് ടീം ആക്കുന്നതായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 0.10 വന്ന് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഹാക്ക് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 0.50 അല്ലെങ്കിൽ 0.60 ആ ഒരു USD റേഞ്ചിലാണ് പോകേണ്ടത്. പക്ഷേ ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് 0.35 എന്ന രീതിയിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അത്ര വലിയ ഹൈ അല്ല എങ്കിൽ പോലും ഒരു 200% ഈസി ആയിട്ട് തന്നെ പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഓരോ പ്രോജക്റ്റിലോട്ട് പോകാം. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. വലിയ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 1 lakh USD ഒരു 2000 USD കൂടി എക്സ്ട്രാ പോയിട്ടുണ്ട് നമ്മുടെ BTC. എന്നാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഇന്നലെ ഹൈ എന്ന രീതിയിലാണെങ്കിലും സൈഡ് വേസ് ആണ്, ക്രാഷ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ക്രാഷ് ആയിട്ട് നമുക്കത് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പെട്ടെന്ന് ഡൗൺ എന്ന രീതിയിലോട്ട് വീഴുകയാണെങ്കിൽ ഇപ്പോൾ 2662 ഇവിടെ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു 2560 USD റേഞ്ചിലോട്ടൊക്കെ പെട്ടെന്ന് വീഴുകയാണ്. അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും വരികയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബിറ്റ്കോയിൻ്റെ പ്രൈസും ഉടനെ തന്നെ വീഴുന്നതായിരിക്കും. ഓക്കെ, അതിനൊരു മാറ്റവും ഇല്ല. ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. അതോടെ ആൾട്ട്കോയിൻസിൻ്റെ പ്രൈസും ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഏകദേശം നമുക്ക് 1,04,000 USD ആണ് ഏറ്റവും ടോപ്പ് ഹൈ എന്ന് പറയുന്ന ബിറ്റ്കോയിൻ്റെ. അത് ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ അകത്തുള്ള റിസ്ക്കും റിവാർഡും ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് ക്രാഷിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഏത് പ്രോജക്റ്റ് ബൈ ചെയ്തിരുന്നാലും 150%, 200% ഡൗണിലോട്ട് വരുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് എന്ന് പറയുന്നത് 200%, 300% പ്രോഫിറ്റ് ആണ്. രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. 50-50 ആണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം, ഇല്ലാത്തവർ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. റിസ്ക്കും റിവാർഡും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഷിബ എന്ന് പറയുന്നത് 2793 ആണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷിൽ വന്നു കഴിഞ്ഞാൽ 1400, 1200 അതിന് താഴെ വീണ്ടും പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അതിൻ്റെ അകത്തുള്ള റിസ്ക് എന്ന് പറയുന്നത് ഷിബ. ഓക്കെ, ഇനി ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷിബ ബൈ ചെയ്ത് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനറാണ്, നിങ്ങൾ ഇതുവരെ ക്രിപ്റ്റോ ഒന്നും ബൈ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസിൽ കുറച്ചായിട്ട് പ്രോജക്റ്റിൽ വേണമെങ്കിൽ എൻ്റർ ആവാവുന്നതാണ്. കാരണം ഇനി വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. പക്ഷെ ഡൗൺ ആവണമെങ്കിൽ നിങ്ങൾ വീണ്ടും ആവറേജ് ചെയ്യേണ്ടതായിട്ട് വരും. നേരത്തെ ഞാൻ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ഓരോ നല്ല പ്രോജക്റ്റിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ബൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു റിസ്ക്കും ഇല്ല. ഇവിടെ നിന്ന് ഏകദേശം ഞാൻ നേരത്തെ 800 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പലർക്കും ഏകദേശം നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന് വീണ്ടും ഡൗൺ ആയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2024 ജൂലൈ മാസം, ഓഗസ്റ്റ് ടൈം, ഏകദേശം ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് എൻ്റർ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിബ. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ഏകദേശം എല്ലാ പ്രോജക്റ്റിൻ്റെ ചാർട്ട് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു 57 പ്രോജക്റ്റ് അടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഇതിൽ
നമ്മുടെ ടോണൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം $1.5 $2.5 ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പ്രോജക്റ്റാണ് ടോൺ എന്ന് പറയുന്നത് ഇപ്പോൾ $6.37. ഇനി മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ടോൺ എന്നൊക്കെ പറയുന്നത് വീണ്ടും ഹൈയിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. $10 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പൊസിഷനിലൊക്കെ വന്നിട്ട് ബൈ ചെയ്യുന്ന റിസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കാണ്. ഹെബ്ബാർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത നിയർ എന്ന് പറയുന്ന പ്രോജക്റ്റ് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പോളിഗൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈനാൻസ് എക്സ്ചേഞ്ച് ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ പ്രൈസ് അത്ര വലിയ രീതി വേരിയേഷൻ വരാത്ത ഒരു 100-150% ഒക്കെ പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുള്ളൂ. പോളിഗൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും വന്നിട്ട് വേണമെങ്കിൽ ബൈനാൻസ് എക്സ്ചേഞ്ച് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ എക്സ്ചേഞ്ച് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. പക്ഷേ പോളിഗൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറയാം ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് പോളിഗൺ. മാറ്റിക്ക് എനിക്ക് തോന്നുന്നു പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടിയൊരു പ്രോജക്റ്റ് കൂടിയാണ് പോളിഗൺ എന്ന് പറയുന്നത്. അടുത്ത ആർബിട്രർ ഞാൻ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളൊരു 30 ആർബിട്രർ അല്ലെങ്കിൽ 20 ആർബിട്രർ എങ്കിലും ബൈ ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം ആർബിട്രർ ഞാൻ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു ബിഗിനറാണ് അല്ലെങ്കിൽ നേരത്തെ ബൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴൊരു 20 ആർബിട്രർ $1 തന്നെയാണ്, വിഷയം ഇല്ല. പ്രൈസ് ഇനി ഡൗൺ ആയ പോലും ഞാൻ പറയും പകുതി USD റേഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ $0.50 ആർബിട്രം പോയാൽ പോലും വിഷയമില്ല. നിങ്ങൾ $1 താല്പര്യമുള്ള ഒരു 20 അല്ലെങ്കിൽ ഒരു 30 ബൈ ചെയ്ത് വെക്കുക. ആർബിട്രമൊക്കെ $10 ബ്രേക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി 0.50 വന്നാലും നിങ്ങളൊരു 10 ആർബിട്രെങ്കിൽ വീണ്ടും ബൈ ചെയ്യുക. അതാണ് നിങ്ങളുടെ ആവറേജ് ബൈ പ്രൈസ് ആയിട്ട് ഞാൻ പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ICP ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. ബിറ്റ്ഗെറ്റ് ടോക്കണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രോൺസൊക്കെ 0.08 0.09 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.24 ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ക്രോൺസ് പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ക്രോൺസ് എന്ന് പറഞ്ഞ ലോങ് ടൈം താല്പര്യം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് $1 വരെ സെൽ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ്. അൽഗോയിൽ നല്ല രീതിയിൽ പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഫാൻഡം ഇനി പേര് ചേഞ്ച് ആവുകയാണ്. ഏകദേശം ഈ ഒരു ജനുവരിയോടുകൂടി 2025 ഫാൻഡം അവരുടെ ചെയിനും അതുപോലെ തന്നെ പേരൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. ഫാൻഡം എന്നുള്ള പേരായിരിക്കില്ല, വേറെ പേരായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ഗ്രാഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു പലർക്കും പ്രോഫിറ്റ് തന്ന പ്രോജക്റ്റാണ്. ഇനി അടുത്ത് നമുക്ക് എത്ര വലിയ രീതിയിൽ പ്രോഫിറ്റ് വരാത്ത പ്രോജക്റ്റ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഡെക്സിൻ്റെ അവരുടെ തന്നെ ഒരു പ്രോജക്റ്റാണ് ജൂപ്പിറ്റർ അത്ര വലിയ രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടില്ല. പക്ഷേ ലോങ് ടൈമിന് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും പറയാം ജൂപ്പിറ്റർ ഹോൾഡ് ചെയ്യുക. കാരണം ബൈനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് നാളെ ഹാക്ക് വരികയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റ് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പമ്പിലോട്ട് പോകാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബൈനാൻസ് ഹാക്കായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജൂപ്പിറ്ററിൽ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വേരിയേഷൻ വരാം. റിസർവ് റൈറ്റ്സും പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. മിക്ക പ്രോജക്റ്റും പ്രോഫിറ്റ് നല്ല രീതിയിൽ തന്നെ പലർക്കും വന്നിട്ടുണ്ട്. ഇന്ന് പറയാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ETHW എന്ന് പറയുന്നത് $1.5 $2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതീരിയം ഫോർക്കുമായി ബന്ധപ്പെട്ടൊക്കെ പലതവണ ഞാൻ ഡിസ്കസ് ചെയ്ത അതിൻ്റെ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു എതീരിയം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതീരിയം ബൈ ചെയ്യാൻ പറ്റാത്തവർക്ക് എതീരിയം ETHW ഇത് വന്നിട്ട് ബൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു $1.5 അല്ലെങ്കിൽ $2 നിങ്ങൾക്ക് ബൈ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം $5 വരെ നമ്മുടെ ETHW പോയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. December 1 ടൈം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $5 വരെ പോയിട്ടുണ്ട്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ETHW ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. കാരണം ഇത് $10-15 ഒക്കെ ഈസി ആയിട്ട് പോകുന്ന പ്രോജക്റ്റാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. മുമ്പ് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് സുഷി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാപ്പുമായി ബന്ധപ്പെട്ട് യൂണിസ്വാപ്പ്, സുഷി സ്വാപ്പ്, ക്യാക്ക് സ്വാപ്പ് ഇത് ഞാൻ 3 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മിസ്സാക്കരുത്. ഉറപ്പായിട്ടും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കണമെന്ന് പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. സുഷി സ്വാപ്പ്, യൂണിസ്വാപ്പ്, പാൻ കേക്ക് സ്വാപ്പ് ഇത് 3 റിപ്പീറ്റായിട്ട് വീണ്ടും പറയുകയാണ്. മിസ്സാക്കരുത്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ഹൈയിലോട്ട് പോകാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ്. അതുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഡാഷ് എന്നൊക്കെ പറയുന്ന വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റുള്ള പ്രോജക്റ്റാണ്. ഡാഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു വാലറ്റിൽ നിന്ന് മറ്റൊരു വാലറ്റിലോട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല 1.5 വർഷമായിട്ട്, പക്ഷേ ഒരു 1.5 വർഷത്തിന് മുമ്പ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ മറ്റുള്ള പ്രോജക്റ്റിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റാണ് ഡാഷ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഡാഷ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇപ്പോൾ 48 ഞാൻ ഡാഷ്, എതീരിയം ക്ലാസിക് ഒക്കെ മുമ്പോട്ടേ പറയുന്നൊരു കാര്യം നിങ്ങൾ പകുതിയെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇസഡിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് ഞാൻ ഇപ്പം പറയാറില്ല കാരണം അത് പ്രൈസ് കൂടുതലാണ്. ഇസഡ് ക്യാഷ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ഓക്കെ, ഈ 3 പ്രോജക്റ്റ് ഞാൻ ഒരുമിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. ഇനി നിങ്ങൾ ബൈ ചെയ്യണോ വേണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. റിസ്ക് റിവാർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെയിം ആണ്, ഇത്ര മാത്രമേ പറയുള്ളൂ. കൂടുതൽ പ്രോജക്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. പിന്നെ ട്രോൺ കുറച്ച് പേര് കേട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും ബൈ ചെയ്യാമോ എന്ന്. 0.25 ഒക്കെ വന്ന ടൈം ട്രോണും ട്രോൺ ഫാമിലിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ചിലർക്ക് ട്രോൺ ഫാമിലിയിൽ മറ്റുള്ള പ്രോജക്റ്റ് ഒന്നും ഇഷ്ടമല്ല, ട്രോൺ മാത്രമാണ് കൂടുതൽ പേര് ഫോക്കസ് ചെയ്യുന്നത്. ട്രോൺ മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഫോക്കസ് ചെയ്യാം. പക്ഷേ HTX എന്ന് പറയുന്ന ടോക്കൺ, HTX ടോക്കൺ ഞാൻ എല്ലാതെയും പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. HTX ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് ബൈ ചെയ്ത് ലോങ് ടൈമിന് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഓക്കെ, HTX ടോക്കൺ ഈ ഒരു ടൈമാണ് കൺവേർട്ടായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നിട്ട് പ്ലേ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തൊരു ബുൾ റണ്ണൊക്കെ വരുന്ന ടൈം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈ എന്ന രീതിയിലോട്ട് HTX ടോക്കൺ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഒന്ന് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. കേട്ടോ, ട്രോണ് നോക്കുക, 1.5 വർഷം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ റിട്ടേണിങ് വന്നിട്ടുണ്ട്. 0.06 തൊട്ട് ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 0.06, 0.058 ഏകദേശം 2022 നവംബർ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. ഏകദേശം ഒരു 2 വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പലർക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഈസിയാണ്. $100 ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് നോക്കുക, അതുപോലെ തന്നെ $1000 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയായിരുന്നാലും നോക്കുക. ഞാൻ വാച്ച് ലിസ്റ്റിൽ സ്ഥിരമായിട്ട് പറയുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റാണ്. ഓക്കെ, അതുകൊണ്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം മാത്രം ഞാൻ തന്നിട്ടുള്ള ഈ ലിസ്റ്റിലുള്ള ഒരു 56-57 പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ 4-5 പ്രോജക്റ്റ് കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ASD എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ASD എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അസൻഡിഎക്സ് എക്സ്ചേഞ്ചിൻ്റെ ടോക്കണാണ്. ഏകദേശം അത് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടില്ലായിരുന്നു, പക്ഷേ അത് വീണ്ടും 100% പ്രോഫിറ്റ് വന്നിട്ട് വീണ്ടും 0.0429 നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബിഗിനർ ആണെങ്കിൽ അന്ന് ബൈ ചെയ്യാൻ വന്നിട്ട് കഴിഞ്ഞാൽ ബൈ ചെയ്യാം. പക്ഷേ 0.03 വരെ മാർക്കറ്റ് ക്രാഷ് ആയാൽ പോകാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ് ASD എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ചാർട്ട് കണ്ടോ, ഓടാവാൻ വളരെ പാടാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. കോയിൻ മാർക്കറ്റ് ചാർട്ടിൻ്റെ പ്രത്യേകത, ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ മൊത്തം മറ്റുള്ള എക്സ്ചേഞ്ചിനെ വെച്ചിട്ട് അതുപോലെ തന്നെ വെബ്സൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലോഡാവാൻ കുറച്ച് പാടായിരിക്കും.